ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്റ്റേജ് 2 എക്സാമിനേഷൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യഥാക്രമം 10, 15, 24 മിനിറ്റ് ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു. രാവിലെ 8 മണിക്ക് 3 മണികളും ഒരുമിച്ച് മുഴങ്ങാൻ തുടങ്ങും. അവ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് എത്ര മണിക്കാണ്? സൊല്യൂഷൻ. ഇവിടെ 3 മണികൾ മുഴങ്ങുന്നത് 10, 15, 24 മിനിറ്റ് ഇടവേളകളിലാണ്. 10, 15, 24 മിനിറ്റ് ഇടവേളകളിൽ രാവിലെ 8 മണിക്ക് 3 മണികളും ഒരുമിച്ച് മുഴങ്ങാൻ തുടങ്ങും. അതായത് രാവിലെ 8 മണി എന്ന് പറയുമ്പോൾ 8 AM 3 ഒരുമിച്ച് മുഴങ്ങാൻ തുടങ്ങും. അവ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് എത്ര മണിക്കാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനൊരു ചോദ്യം കിട്ടിയാൽ ഇതിലെ മണികൾ എത്ര സമയത്തിന് ശേഷമാണ് ഒരുമിച്ച് മുഴങ്ങുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ ഇടവേളകളുടെ LCM എടുത്താൽ മതി. അപ്പോൾ ഇത് മുഴങ്ങുന്ന ഇടവേളകൾ 10, 15, 24 മിനിറ്റ് ആണ്. ഇതിൻ്റെ LCM ആണ് ഇത് എത്ര സമയത്തിന് ശേഷമാണ് വീണ്ടും ഒരുമിച്ച് മുഴങ്ങാൻ തുടങ്ങുന്നതെന്ന് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ LCM 10, 15, 24. ചെറിയ സംഖ്യകളുടെയൊക്കെ LCM കണ്ടുപിടിക്കാനായിട്ടൊരു ട്രിക്കുണ്ട്. അതായത് തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയായിരിക്കും LCM. അപ്പോൾ ചെറിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 10, 15, 24 ഈ 3 സംഖ്യകൾ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ 120 ആണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ LCM 120 മിനിറ്റ്. 120 മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് 120 ഡിവൈഡഡ് ബൈ 60, 2 മണിക്കൂർ. അപ്പം 2 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് 3 ഒരുമിച്ച് മുഴങ്ങാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ രാവിലെ 8 AM ഈ 3 മണികളും ഒരുമിച്ച് മുഴങ്ങിയത്. അപ്പോൾ ഇനി 2 മണിക്കൂറുകൾക്ക് ശേഷം എന്ന് പറയുമ്പം 8 AM + 2 അവർ, അതായത് രാവിലെ 10 മണി, അതായത് 10 AM ഇനി ഇത് ഒരുമിച്ച് മുഴങ്ങുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ D, 10 AM. അടുത്ത ചോദ്യം, 0.003 × 0.45 ഡിവൈഡഡ് ബൈ 0.009 ഈസ് ഈക്വൽ ടു ഡാഷ്. സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക. 0.003 × 0.45 ഡിവൈഡഡ് ബൈ 0.009. അപ്പോൾ ഇത് ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഡിവിഷനാണ് വന്നിട്ടുള്ളത്. ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഡിവിഷൻ ചെയ്യാനായിട്ടൊരു ട്രിക്കുണ്ട്. അതായത് ആദ്യം ഈ ഡെസിമൽ നമ്പർ കൺസിഡർ ചെയ്യാതെ ഇതൊന്ന് എഴുതുക. അപ്പോൾ ഇവിടെ 3 × 45 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. ഇനി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം നോക്കുക. ന്യൂമറേറ്ററിലാണെങ്കിൽ 1, 2, 3, 4, 5 അക്കങ്ങളുണ്ട് ഡെസിമൽ പോയിന്റിന് ശേഷം. അപ്പോൾ ഇവിടെ ഇങ്ങനെ 5 എന്ന് എഴുതുക. ഡിനോമിനേറ്ററിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 1, 2, 3 അക്കങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ 5ഉം ഡിനോമിനേറ്ററിൽ 3ഉം ആണുള്ളത്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു 2 അക്കങ്ങളുടെ കുറവുണ്ട്. അപ്പോൾ എവിടെയാണോ കുറവ് വരുന്നത്, ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം എവിടെയാണോ, ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ കുറവ് വരുന്നത്, അവിടെ എത്ര സംഖ്യകളുടെയാണോ കുറവ് വരുന്നത്, അതായത് ഇപ്പോൾ ഒരു സംഖ്യയുടെ കുറവാണെങ്കിൽ 10 കൊണ്ട് ഗുണിക്കുക, 2 സംഖ്യയുടെ കുറവാണെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക, 3 സംഖ്യയുടെ കുറവാണെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കുക, 4 സംഖ്യയുടെ കുറവാണെങ്കിൽ 10,000 കൊണ്ട് ഗുണിക്കുക, അങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിലാണ് ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നത്.
എത്ര അക്കങ്ങളുടെയാണ്? 2 അക്കങ്ങളുടെ കുറവ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇനി ഇവിടെ 3/9 ആകുമ്പോൾ വെട്ടാം 3 കൊണ്ട്. 45/3 15. 15/100 ഈസ് ഈക്വൽ ടു 0.15. 0.15 ആണ് ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 108 km/മണിക്കൂർ വേഗത ഡാഷിനു സമാനമാണ്. സൊല്യൂഷൻ. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ മീറ്റർ/സെക്കൻഡ് ആണുള്ളത്. അപ്പോൾ ഇവിടെ km/hനെ മീറ്റർ/സെക്കൻഡിലോട്ടാണ് മാറ്റേണ്ടത്. km/hഉം മീറ്റർ/സെക്കൻഡും വേഗതയുടെ യൂണിറ്റുകളാണ്. km/hനെ മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. km/hനെ മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഇത് തിരിച്ചാണെങ്കിൽ, അതായത് മീറ്റർ/സെക്കൻഡിൽ നിന്ന് km/hലോട്ട് മാറ്റാനായിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അതായത് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ 108 km/മണിക്കൂർ വേഗതയാണ്. 108 km/h ഈസ് ഈക്വൽ ടു മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് km/hനെ മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 108 × 5/18. 18 108. 6 × 5 30 മീറ്റർ/സെക്കൻഡ് ആണ് ആൻസർ, ഓപ്ഷൻ ബി. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങളെ ഈ മീറ്റർ/സെക്കൻഡിനെ km/hലോട്ടും കൂടി ഒന്ന് മാറ്റി കാണിച്ചു തരാം. അതായത് 30 മീറ്റർ/സെക്കൻഡ് ഈസ് ഈക്വൽ ടു km/hലോട്ട് മാറ്റാനായിട്ട് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 30 × 18/5. 5 6 30. 6 18. 108 km/h എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ 30 മീറ്റർ/സെക്കൻഡ് ആണ്, ഓപ്ഷൻ ബി. ചോദ്യം, 16 പുരുഷന്മാർക്ക് 30 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. 24 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? സൊല്യൂഷൻ. ഇത് ടൈം ആൻഡ് വർക്കിലെ പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് M1D1 ഈസ് ഈക്വൽ ടു M2D2. M1 M2 ആളുകളുടെ എണ്ണം, D1 D2 ദിവസങ്ങൾ. അപ്പോൾ ഇവിടെ M1 16 എടുക്കാം, D1 30, M2 24, D2 എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 16 × 30 ഈസ് ഈക്വൽ ടു 24 × D2. Therefore D2 ഈസ് ഈക്വൽ ടു 16 × 30 ഡിവൈഡഡ് ബൈ 24. 4 കൊണ്ട് വെട്ടാം. 4 4 16, 4 6 24, 6 5 30, 4 × 5 20. 20 ദിവസം, ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 24 സെൻറ്റിമീറ്റർ ഉയരവും 6 സെൻറ്റിമീറ്റർ ബേസ് റേഡിയസുമുള്ള ഒരു കോൺ ഉരുക്കി ഒരു ഗോളത്തിൻ്റെ രൂപത്തിൽ പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നു എങ്കിൽ ആ ഗോളത്തിൻ്റെ ആരം എത്രയാണ്? സൊല്യൂഷൻ. ഇവിടെ ഒരു കോണിനെ ഉരുക്കി ഗോളത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുവാണ്. ഗോളത്തിൻ്റെ ആരം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു രൂപത്തിലുള്ള ഒരു വസ്തുവിനെ ഉരുക്കി മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുമ്പം അതിൻ്റെ വോളിയത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല. വോളിയം അവിടെ സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ വോളിയത്തിൻ്റെ ഫോർമുലാസ് ഇക്വേറ്റ് ചെയ്ത് ഗോളത്തിൻ്റെ ആരം എത്രയെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ കോണിനെ ഗോളത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നു. കോണിനെ ഗോളം എന്ന് വെച്ചാൽ സ്പിയർ ആണേ. അപ്പോൾ കോണിനെ സ്പിയർ ആക്കി മാറ്റുക. അപ്പോൾ കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്
1/3 പൈ ആർ സ്ക്വയർ എച്ച് ഈസ് ഈക്വൽ ടു സ്പിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 4/3 പൈ ആർ ക്യൂബ്. കോണിൻ്റെ റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. കോണിൻ്റെ റേഡിയസ് 6 സെൻറ്റിമീറ്റർ. കോണിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് എച്ച് 24 സെൻറ്റിമീറ്റർ. സ്പിയറിൻ്റെ റേഡിയസ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഗോളത്തിൻ്റെ റേഡിയസ്. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/3 പൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ ആകുമ്പോൾ കോണിൻ്റെ റേഡിയസ് 6 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത് ആർ സ്ക്വയർ ഇൻറ്റു കോണിൻ്റെ ഹൈറ്റ് 24 ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. പയ്യും പയ്യും വെട്ടിപ്പോയി. ഈ 3യും തമ്മിൽ വെട്ടാം. അതായത് LHSലെയും RHSലെയും ന്യൂമറേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും. അങ്ങനെ 3യും വെട്ടിപ്പോയി. ഇനി ഇത് അപ്പോൾ ഇവിടെ 4ഉം 24ഉം കൂടെ വെട്ടാം കേട്ടോ. അതായത് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ വെട്ടാം, LHSലെ RHSലെ. അപ്പോൾ ഇവിടെ 4×6 24. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വന്നു? ആർ സ്ക്വയർ ഇൻറ്റു ആർ അല്ലേ. അപ്പോൾ ഇത് ആർ ക്യൂബ്. ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു റേഡിയസ് ക്യൂബ്. അപ്പോൾ therefore റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 6 ക്യൂബ് ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 6 ക്യൂബ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ റേഡിയസ് ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ആൻസർ ഓപ്ഷൻ എ. ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 24, 72, 36, 168. സൊല്യൂഷൻ. ഒറ്റയാനെ കണ്ടെത്താനുള്ള നിയമം തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒരെണ്ണത്തിനൊഴികെ ബാക്കിയുള്ള സംഖ്യകൾക്കെല്ലാം പൊതുവായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. ആ പൊതുവായ സ്വഭാവമില്ലാത്ത ആ ഒരു സംഖ്യയായിരിക്കും ഒറ്റയാൻ. അപ്പോൾ ഇവിടെ 4 സംഖ്യകൾ തന്നിട്ടുണ്ട്. 3 എണ്ണത്തിന് പൊതുവായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. അതില്ലാത്ത ആ ഒരെണ്ണമായിരിക്കും ഒറ്റയാൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ 24, 72, 36, 168. അപ്പോൾ ഇവിടെ 24, 72, 168 ഇത് 3ഉം 24ൻ്റെ മൾട്ടിപ്പിൾസാണ്. 24 ഇൻറ്റു 1 24, 24 ഇൻറ്റു 3 72, 24 ഇൻറ്റു 7 168. അപ്പോൾ ഇവിടെ 24, 72, 168 ഇത് 3ഉം 24ൻ്റെ മൾട്ടിപ്പിൾസാണ്. അപ്പം അവിടുത്തെ പൊതുവായ സ്വഭാവം എന്ന് പറയുന്നത് 24ൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള സംഖ്യകളാണ്. അതിൽ നിന്ന് വ്യത്യാസമായത് 36ആണ്. 36 24ൻ്റെ ഗുണിതമല്ല. അപ്പോൾ ഇവിടുത്തെ ഒറ്റയാൻ 36ആണ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 0, 6, 24, 60 ഡാഷ്. സൊല്യൂഷൻ. ഈ സീരീസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഈ സീരീസ് വന്നിട്ടുള്ളത് 1 ക്യൂബ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 ക്യൂബ് 1 തന്നെ. 1 മൈനസ് 1 0. 2 ക്യൂബ് മൈനസ് 2. 2 ക്യൂബ് 8. 8 മൈനസ് 2 6. 3 ക്യൂബ് മൈനസ് 3. 3 ക്യൂബ് 27. 27 മൈനസ് 3 24. 4 ക്യൂബ് മൈനസ് 4 ഈസ് ഈക്വൽ ടു 4 ക്യൂബ് 64. 64 മൈനസ് 4 ഈസ് ഈക്വൽ ടു 60. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് 1 ക്യൂബ് മൈനസ് 1, 2 ക്യൂബ് മൈനസ് 2, 3 ക്യൂബ് മൈനസ് 3, 4 ക്യൂബ് മൈനസ് 4. അപ്പോൾ ഇനി അടുത്തത് 5 ക്യൂബ്
-5 ആയിരിക്കും. 5 ക്യൂബ് - 5 ഈസ് ഈക്വൽ ടു 5 ക്യൂബ് 125 -5 ഈസ് ഈക്വൽ ടു 120. 120 ആൻസർ ഓപ്ഷൻ ഡി. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ചോദ്യം WFB TGD QHG ഡാഷ് സൊല്യൂഷൻ. ഈ സീരീസ് ഇങ്ങനെയാണ്: WFB TGD QHG. ഇത് ഇംഗ്ലീഷ് ആൽഫബറ്റാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പൊസിഷൻ അറിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ടൊരു കോഡുണ്ട്. ഇജോറ്റി 5, 10, 15, 20, 25. അതായത് ഈ 5ാം പൊസിഷനിൽ J 10ാമത്, O 15ാമത്, T 20ാമത്, Y 25ാമത്. അപ്പോൾ ഇജോറ്റി 5, 10, 15, 20, 25 എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ ഈ സീരീസിലെ ആൽഫബറ്റിന് പൊസിഷൻസ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ W വരുന്നത് 23, F 6ാമത്, B 2ാമത്, T 20, G 7, D 4, Q 17, H 8, G 7. അപ്പോൾ ഇനി ഈ സീരീസിലെ ഫസ്റ്റ് പൊസിഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് പൊസിഷൻ W കഴിഞ്ഞ് T വന്നു, T വന്നു കഴിഞ്ഞ് Q വന്നു. അപ്പോൾ ഇവിടെ 23, 20, 17. 23, 20, 17. അപ്പം 23-ൽ നിന്ന് 3 കുറച്ചു 20ആയി, 20-ൽ നിന്ന് 3 കുറച്ചു 17ആയി. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ 3 കുറച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 17 - 3 14ാമത് പൊസിഷനിലുള്ളത്. 14ാമത് പൊസിഷനിൽ N ആണ് വരുന്നത്. ഇനി ഈ സീരീസിലെ സെക്കൻഡ് പൊസിഷൻ നോക്കാം. F കഴിഞ്ഞ് വന്നിട്ടുള്ളത് G ആണ്, G കഴിഞ്ഞ് H ആണ്. FGH, അതായത് 6, 7, 8. 6, 7, 8 1 വീതം കൂട്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി 8 കഴിഞ്ഞാൽ 9ാമത്. 9ാമത്തെ പൊസിഷനിലുള്ളത് I ആണ്. ഇനി ഈ സീരീസിലെ തേർഡ് പൊസിഷനിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. B കഴിഞ്ഞ് D വന്നു, D കഴിഞ്ഞ് വന്നിട്ടുള്ളത് G ആണ്. അപ്പോൾ 2, 4, 7. 2ഉം 2ഉം 4, 4ഉം 3ഉം 7. അപ്പോൾ ആദ്യം 2 കൂട്ടി, പിന്നെ 3 കൂട്ടി. അപ്പോൾ ഇനി 4ആണ് കൂട്ടേണ്ടത്. അപ്പോൾ 7ഉം 4ഉം 11ാം പൊസിഷനിലുള്ളത് K. അപ്പോൾ ഇവിടെ വരേണ്ടത് NIK ആണ്. ആൻസർ ഓപ്ഷൻ B. ചോദ്യം 6/9/2022 മുതൽ 8 മാസം 7 ദിവസം പൂർത്തിയാകുന്ന തീയതി. സൊല്യൂഷൻ 6/9/2022 മുതൽ 8 മാസം 8 മന്ത്സ് 7 ദിവസം 7 ഡേയ്സ് പൂർത്തിയാകുന്ന തീയതിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു മാസം കംപ്ലീറ്റ് ആകുന്നത് ആ ദിവസത്തിൻ്റെ തലേ ദിവസം വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ 8 മാസം പൂർത്തിയാകുമ്പം 6ാം തീയതി എന്നുള്ളത് 5ാം തീയതി ആയിട്ട് മാറും. 9ാം മാസത്തിൻ്റെ കൂടെ 9ാം മാസത്തിൻ്റെ കൂടെ 8 മാസം കൂട്ടിയാൽ അതിൻ്റെ അടുത്ത വർഷത്തെ 5ാം മാസമായിരിക്കും. അപ്പോൾ ഇവിടെ 5ാം മാസം വരും. ഇവിടെ തന്നിരിക്കുന്ന വർഷം 2022 ആണ്. അപ്പോൾ അത് 2023 വരും. അപ്പോൾ 8 മാസം കൂട്ടിക്കഴിഞ്ഞാൽ 6/9/2022 കൂടെ 8 മാസം കൂട്ടിയാൽ 5/5/2023 ആയിരിക്കും വരുന്നത്. ഇവിടെ 8 മാസവും 7 ദിവസവും പൂർത്തിയാകുന്ന തീയതിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 7 ദിവസം 5ാം തീയതിയുടെ കൂടെ 7 ദിവസം കൂട്ടിയാൽ 5 7 12ാം തീയതി വരും. അപ്പോൾ ഇവിടെ 12/5/2023 ആണ് ഉത്തരം. ആൻസർ ഓപ്ഷൻ സി. ഇനി ഇത് ഞാൻ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കി പറയാം, മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ,
ദിവസം വരുന്നത് തലേദിവസമാണെന്ന് പറഞ്ഞല്ലോ. അതായത് സപ്പോസ് ഇപ്പോൾ ഈ മാസം ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റ് 1-ാം തീയതി, ഓഗസ്റ്റ് 1-ാം തീയതി, ഓഗസ്റ്റ് 31-ാം തീയതി, സെപ്റ്റംബർ 1-ാം തീയതി. അപ്പോൾ ഈ ഒരു മാസം കംപ്ലീറ്റ് ആകുന്നത് ഈ ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 1 വരെയല്ല, ഓഗസ്റ്റ് 31-ാം തീയതിയാണ് ഒരു മാസം കംപ്ലീറ്റ് ആകുന്നത്. അതായത് ഈ 1-ാം തീയതി, ഈ ഒന്നാം തീയതിയുടെ തൊട്ട് തലേദിവസം വെച്ചിട്ടാണ് മാസം കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ സപ്പോസ് വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. ഓഗസ്റ്റ് 5-ാം തീയതി ആണെങ്കിൽ ഒരു മാസം കംപ്ലീറ്റ് ആകുന്നത് ഈ ദിവസത്തിൻ്റെ തലേദിവസം വെച്ചായിരിക്കും. അതായത് സെപ്റ്റംബർ 4-ാം തീയതി ആവുമ്പോഴാണ് ഒരു മാസം കംപ്ലീറ്റ് ആകുന്നത്. ഓഗസ്റ്റ് 5-ാം തീയതി മുതൽ സെപ്റ്റംബർ 4-ാം തീയതി വെച്ചിട്ടാണ് മാസം കംപ്ലീറ്റ് ആകുന്നത്. അതിപ്പോൾ ഒരു മാസമല്ല, എത്ര മാസം ഉണ്ടെങ്കിലും ആ ദിവസത്തിൻ്റെ തലേദിവസം വെച്ചിട്ടായിരിക്കും അത് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 6/9/2022 മുതൽ 8 മാസം 7 ദിവസം പൂർത്തിയാകുന്ന തീയതി. അതായത് 6/9/2022 മുതൽ 8 മാസം പൂർത്തിയാകുമ്പം ദിവസം വരുന്നത് 5-ാം തീയതി ആയിരിക്കും. അതായത് തലേദിവസം, 6-ന്റെ തലേദിവസം 5-ാം തീയതിയേ വരത്തുള്ളൂ. പിന്നെ ഒരു വർഷത്തിലെ 9-ാം മാസത്തിൻ്റെ കൂടെ 8 മാസം കൂട്ടുമ്പോൾ അത് അതിൻ്റെ അടുത്ത വർഷം 5-ാം മാസമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 2022 എന്നുള്ളത് 2023 വരും. 2023 5-ാം മാസം. അതായത് 9 മാസത്തിൻ്റെ കൂടെ 3 മാസം കൂട്ടിയാൽ 12-ാം മാസം. ആ വർഷത്തിലെ തന്നെ 12-ാം മാസം. 8 മാസം കൂട്ടണമല്ലോ. അപ്പം 3-ന്റെ കൂടെ 5 മാസവും കൂടെ കൂട്ടണം. അതായത് നെക്സ്റ്റ് ഇയറിലെ 5-ാം മാസം വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 9-ാം മാസത്തിൻ്റെ കൂടെ 8-ാം മാസം, 8 മാസം കൂട്ടിയാൽ അതിൻ്റെ അടുത്ത വർഷത്തെ 5-ാം മാസം വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 2022 എന്നുള്ളത് 2023 5-ാം മാസം വന്നു. ഓക്കെ, പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 8 മാസവും 7 ദിവസവും പൂർത്തിയാകുന്ന തീയതിയാണ്. അതായത് 8 മാസം പൂർത്തിയായപ്പം 5/5/2023 എന്ന് വന്നു. അപ്പോൾ അതിൻ്റെ കൂടെ 7 ദിവസവും കൂടെ പൂർത്തിയാകുന്ന തീയതി ആകുമ്പം 5 7 12/5/2023 എന്ന് കിട്ടി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. E = 5, പെൻ = 35 എങ്കിൽ പേജ് = എത്ര? സൊല്യൂഷൻ: E = 5, പെൻ = 35. ഈ 5, അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഈയുടെ പൊസിഷൻ 5 ആണ്. അപ്പോൾ 5 ആണ് വന്നിട്ടുള്ളത്. ഈ 5 ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെന്ന് 35. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് മിക്കവാറും ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പൊസിഷൻ ആഡ് ചെയ്തിട്ടായിരിക്കും. അതൊന്ന് നോക്കാം. അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പൊസിഷൻ അറിയാനുള്ള കോഡാണ് ഇജോറ്റി 5 10 15 20 25. ഇത് മുൻപത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചതാണ്. ഓക്കെ, എന്നാലും ഒന്നുകൂടി പറയുവാണ്. E 5, J 10, O 15, T 20, Y 25. അപ്പോൾ ഇവിടെ പെന്ന് P 16, E 5, N 14. ആഡ് ചെയ്ത് നോക്കാം. 16 5 21, 21 14 35. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പൊസിഷൻ ആഡ് ചെയ്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പേജാണ് കണ്ടുപിടിക്കേണ്ടത്. പേജ് ആകുമ്പം P 16, A 1, G 7, E 5. അപ്പോൾ ഇവിടെ 16 + 1 + 7 + 5. 16 1 17, 17 7 24, 24 5 29 ആൻസർ. ഓപ്ഷൻ ഡി. നിങ്ങൾക്ക് ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്